ആ കാണുന്നതാണ് ആദിവാസികളുടെ ഊര്. എന്നാ പിന്നെ വൈകിക്കണ്ട, വേഗം പോകാം. ഈ താഴ്വാരം തിരിഞ്ഞ് അങ്ങ് താഴോട്ടിറങ്ങണം. പിന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ വീഴാനും മതി. നിന്റെ നാട്ടിലേക്ക് പോകുന്നു. പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കിലും ഈ ആദിവാസികള് നമ്മളെക്കാട്ടിലും വളരെ സിവിലൈസ്ഡ് ആയിരിക്കും. നോ ഡൗട്ട്. അതെ അതെ, തന്റെ പല പ്രവൃത്തികളും കാണുമ്പോ എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളതാ ആദിവാസികൾ എത്രയോ ഭേദമാണെന്ന്. എരുമേലി സാർ ചമ്മിയോന്നൊരു സംശയം. ചമ്മല് മാറ്റണോ? സാധനം കയ്യിലുണ്ട്. അറിയാമോ, I have written 3 books about the tribals of Kerala. Yes, yes, I know. ആ 3 എണ്ണം ഒഴിച്ച് ബാക്കി ഏത് പുസ്തകവും റെഫർ ചെയ്യാമെന്നാ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത്. അതെ അതെ. പണ്ടൊക്കെ ഇവിടെ വലിയ കാടായിരുന്നു. കാടെന്ന് പറഞ്ഞാ പെരും കാട്. പിന്നെ ഇവര് കുടിയേറിയതിനു ശേഷമായി ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇവര് പട്ടണത്തിൽ നിന്ന് വരുന്നവരാ. നിങ്ങളുടെ കൂട്ടത്തെയും ഊരിനെയും പറ്റി പഠിക്കാൻ. പാലക്കൽ കൊട്ടാരത്തിന്റെ ഇപ്പോഴത്തെ അവകാശിയാ ഹരിവർമ്മ. വണക്കം തമ്പ്ര. ഇത് മുതുവന്മല ആദിവാസി കൂട്ടത്തിന് മൂപ്പൻ പറയുന്നതാ ഇവരുടെ നിയമം. ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കോ. എന്നാ ഞാനങ്ങോട്ട് മടങ്ങിയാലോ? ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇങ്ങെത്തിക്കാം. പിന്നെ ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചു വരണേ. വരാം. ഇവർക്ക് മലയാളം അറിയോ? പിന്നെ ഇവരല്ലേ മലയാളം കണ്ടുപിടിച്ചേ. കളസം ഇട്ടുകൊണ്ട് കാലത്ത് ഇറങ്ങും. ഓക്കെ, നമുക്ക് വർക്ക് ആരംഭിക്കാം. നേരത്തെ തയ്യാറാക്കിയ നോട്ട്സ് ഒക്കെ കയ്യിലുണ്ടല്ലോ. ആവശ്യമായ എല്ലാ വിവരങ്ങളും ചോദിച്ച് മനസ്സിലാക്കണം. കഴിയുന്നത്ര ഫോട്ടോസും എടുക്കണം. കമോൺ, മൂവ്. അനിയ എന്റെ ഒരു പടം ഇട്. The matter is very clear and it has been told to the message is and the message is സാറിന് പിടിക്ക്. തന്നെ എഴുതിയാ മതി. ടീച്ചർ എന്തുവാ? അയ്യേ, yes. Sir, That's made of cow dung. look at this, sir. Sir, it looks See, just this like a is bow, for sir. catching birds. Shall I draw it? This triangle ഓമനയുടെ is... ഊണ് വന്നു. ലഞ്ച് ബ്രേക്ക്. വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ. വന്നേ. എന്നാ പിന്നെ ഇനി ഭക്ഷണം കഴിച്ചിട്ടാവാം. മറ്റെല്ലാവരും വിളിക്ക്. അവരൊക്കെ വന്നോളൂ സാർ. എനിക്ക് വിശന്നിട്ട് കയറി കയറിയുന്നു. താൻ ഇതിനാണോ വന്നത്? എവിടെയായി പോന്നിരിക്കുക? ഈ ഉള്ള സ്ഥലത്ത് ഇരിക്കാം സാർ. മതി കഴിക്കേ. ഇവിടെ സാമ്പാർ വേണോ? വേണ്ട. അയ്യോ, എന്താ ഇത്? ഏത്? ഇത്രയും വേണ്ടായിരുന്നു. അല്ല, ചോറ് ഇത്രയും വേണ്ടായിരുന്നു പറഞ്ഞതാ. ഊണ് കഴിക്കടാ. നീ വന്നേ. ഞാനേ ഊണ് കഴിക്കേണ്ട രീതി കഴിച്ചോളാം. ഈ യാത്രയാണ് പ്രയാസം. പക്ഷേ കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ച് നോക്കുമ്പോ ഇതൊന്നും ഒരു കഷ്ടപ്പാടല്ല. എന്താ ജോസഫേ? അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ലേ മാലൻ ടീച്ചർ? ഇതൊക്കെ ഒരു രസമല്ലേ? ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് മല ചവിട്ടിയിട്ടും മാലിനി ടീച്ചർക്ക് ഇത് രസമായിട്ട് തോന്നി. പക്ഷെ ജോസഫിന് ഭയങ്കര കഷ്ടപ്പാടും. മിസ്റ്റർ ജോസഫ് എരുമേലി, 2-3 വർഷം കഴിയുമ്പോൾ ഞാൻ റിട്ടയർ ആയിട്ട് അങ്ങ് പോകും.
പിന്നെ താനായി ഇതിനൊക്കെ മുന്നിട്ടിറങ്ങേണ്ടത് മറക്കണ്ട. 2 വർഷം കഴിയുമ്പോ യൂണിവേഴ്സിറ്റി സിലബസ് മാറ്റും. അതോടെ ആന്ത്രപ്പോളജി ആവും. പിന്നെ കണ്ട ആദിവാസി കുടിലിന്റെ അടിത്തറ പണിത മൺകട്ടയുടെ പഴക്കം അന്വേഷിക്കേണ്ട ഗതിയാണെന്നും എനിക്ക് ഉണ്ടാവൂല സാറേ. ഏതായാലും ഇന്നത്തെ യാത്ര വളരെ യൂസ്ഫുൾ ആയിരുന്നു. ശരിക്കും രസകരമായിരുന്നു അല്ലേ സാർ? ഇന്ന് എരുമേലി സാറിനെ ഒന്ന് ചൂടാക്കണം. ടൂറിൽ ഡേയ്സ് കുറയ്ക്കണം. ഇല്ലേ ശരിയാവില്ല. ഒന്ന് പോടാ അവിടുന്ന്. ഇവിടെ നിങ്ങൾ നാട്ടിൽ ചെന്നിട്ട് നീയാനാ? ഇവിടെ ആകുമ്പോ നല്ല കാടും കാണാൻ കൊള്ളാത്ത കുറെ സുന്ദരിമാരും നല്ല രസമല്ലേ? എന്താ എടാ ഈ ആന്ധ്രപ്പനും കാട്ടുമാക്രികളും എങ്ങോട്ടെങ്കിലും പോട്ടെ, നമ്മളൊക്കെ ഇന്റലക്ച്വൽസ് അല്ലേ? നീ ഈ സ്ഥലം ശ്രദ്ധിച്ചോ? എന്ത് പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം. ഒരു സ്മോൾ വരൂ, ഓരോന്നൂടെ അടിക്കല്ലേ. ഫാക്ടറി പുകയുറഞ്ഞാസ്മ വലിക്കാത്ത ഓക്സിജൻ വീഴുന്ന നാടവിട മക്കളെ, കാടവിട മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരവിട മക്കളെ. നമുക്കൊരു കാര്യം ചെയ്യാം സാർ. എന്താ 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 ഏതായാലും ക്യാമറ കയ്യിലിരിക്കില്ലേ, നമുക്ക് സാറിന്റെ ഈ ഒരു മൊമെന്റ് അപ്പർ പാളി പകർത്തിയാലോ? എന്തിനാ 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 എന്തിനാ? അല്ല, വീട്ടില് പ്രാർത്ഥിക്കുന്നിടത്ത് വെച്ചേ ആരാധിക്കാനാ. ഇതൊക്കെ അപൂർവമായിട്ടുള്ളൊരു ജന്മം അല്ലേ? നീ എന്റെ അബ്രം പൊളിക്കുവാ നീയാ. ഏതായാലും നിന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ? എട് പിന്നെ കുടിക്കാൻ സാർ. തീർന്നു. ഇനി ഒന്ന് ബാക്കിൽ ഒന്ന് ചേർന്നില്ല സാർ. ഇതെന്തോ നാണിയോ? നാട്ടിലെ മരമെല്ലാം വെട്ടി തീർന്നുകൊണ്ടായിരിക്കും കാട്ടിലെ മരത്തിൽ കൊണ്ട് ആണി അടിച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും കാട്ടുരാജാവിന്റെ പടം തൂക്കിയിരുന്നതാവും. ഏതായാലും വലിച്ചു പിഴ അല്ലേ? ഒരുന്നില്ല, അതവിടെ ഇരുന്നോട്ടെ. അങ്ങനെ വിട്ടാ പറ്റും. സാറിങ്ങി മാറിക്കും. ഇപ്പൊ വരും, വലിച്ചൂരി പെട്ടെന്ന്. സണ്ണി, നല്ല മഴയുടെ ലക്ഷണമുണ്ട്. മഴ നനഞ്ഞ് പനി പിടിച്ചാലേ ഒരു കോശം വാങ്ങിക്കണമെങ്കിൽ 4000 കിലോമീറ്റർ പോകണം. ആന്ത്രപ്പോളജി പുഴുകാൻ കണ്ട സ്ഥലം കാട്ടുവാക്കായി. പെട്ടെന്ന് ഓടിക്കഴിയുമ്പോ അതിൽ അറിഞ്ഞില്ല. എല്ലാവരും വേഗം പോയി തല തോർത്തു. പനി പിടിക്കണ്ട. തന്നോട് പ്രത്യേകിച്ച് പറയണോ? എരുമേലി സാറിനെ സണ്ണി കാണുന്നില്ലല്ലോ. അവരിപ്പോ വരും. എവിടെയായിരുന്നു താൻ? നോക്കൂ, ശക്തിയായ മിന്നലേറ്റ് തീപിടിച്ചതായിരിക്കും. കാട്ടിലിതൊക്കെ സ്വാഭാവികമല്ലേ. എന്തായാലും ആർക്കും അപകടമൊന്നും ഉണ്ടായില്ലല്ലോ. തീ പിടിച്ചത് മിന്നൽ കൊണ്ടായിരിക്കാം. ബട്ട് ആ ചിത്രം പറന്നു പോവുക എന്നൊക്കെ വെച്ചാൽ ഇറ്റ്സ് ക്വൈറ്റ് അൺബിലീവബിൾ. എനിവേ, ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. ഗോ ടു യുവർ റൂംസ്, ഓൾ ഓഫ് യു. ഈ കാട് ഇടി മിന്നൽ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചേ? ഇതൊക്കെ ഭയങ്കര സംഭവമല്ലേ. മുറിക്കകത്തിരിക്കുന്ന ചിത്രം കത്തുന്നു, പിന്നെ പറക്കുന്നു. These things happen due to the sudden change in the atmospheric എടോ എരുമേലി, താൻ ഇനിയും ഈ ടോപ്പിക് അവസാനിപ്പിച്ചില്ലേ? വെറുതെ ഓരോന്ന് പറഞ്ഞ് ഈ കുട്ടികളെ കൺഫ്യൂസ്ഡ് ആക്കാതെ പ്രിൻസിപ്പലിന് സബ്മിറ്റ് ചെയ്യാനുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ നോക്ക്. ഈ എഴുന്നേലി സാറിന് എപ്പോഴും ചമ്മാനെ നേരമുള്ളൂ. ചമ്മല് മാറ്റാൻ ഒരു പെഗ്ഗൂട് ഒഴിച്ചാലോ? ഒരു 100 ഒഴിയണിയാ. എന്നിട്ട് വേണം ആ കാട്ടുമാക്കന്റെ ഉണങ്ങിയ റിപ്പോർട്ട് മുഴുങ്ങി തിന്നാൻ. എങ്ങനെയുണ്ട് നമ്മുടെ കൊട്ടാരം? ഫൈൻ. നമ്മുടെ ഹണിമൂൺ ഇവിടെ ആക്കിയാലോ? എന്താ തന്റെ അഭിപ്രായം? എന്തുവാടാ അവിടെ കുറച്ചു നേരമായിട്ട്? ഒന്ന് ചുമ്മാ ഇരിക്കടാ. മനുഷ്യനെ സൗകര്യമായിട്ടൊന്ന് പ്രേമിക്കാനും സമ്മതിക്കില്ല. പണ്ടാരം. അവർക്കിടയിൽ കട്ടറുമായിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ? വിജയ്, നീ ഗിറ്റാർ എടുത്ത് പ്രതിമ പോലിരിക്കാതെ സംഗതി അങ്ങ് കൊഴപ്പിക്കടാ. വിജയ് ഗിറ്റാർ പഠിച്ചിട്ടുണ്ടോ? കുറച്ച്. മമ്മിയെ പഠിപ്പിച്ചേ. മമ്മി പോയതോടെ
അത് അവസാനിച്ചു. മമ്മി ഇവിടെ പോയി? കുവൈറ്റില. ഡാഡി മരിച്ചപ്പോൾ മമ്മി മറ്റുള്ള കല്യാണം കഴിച്ചു. ഇപ്പം എനിക്ക് മമ്മി എന്ന് വെച്ചാൽ എല്ലാ മാസവും വരുന്ന ഡ്രാഫ്റ്റാ. അതുപോട്ടെ, ഈ ഹരി തന്നിട്ട് പാടും കേട്ടോ. ഞാൻ നന്നായിട്ട് കവിത ചൊല്ലും. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയും പാടും. ഹരി പെട്ടെന്ന് പാട്, ഇല്ലെങ്കിൽ എരുമേലി സാർ ഈ രാത്രി ചാള കൊളമാക്കും. ഞാൻ എന്താ വരുന്നത്? ഒരു പാട് ഹരി. Come on, ഹരി. പാടാ വിജയ്. ഓക്കെ, റെഡി. കേട്ട കുരവകൾ ഒരു ദിശി, നരപര പടകട ബിരുദുകൾ ഒരു ദിശി, കുട്ടികൾ ഒരു ദിശി, പട്ടികൾ ഒരു ദിശി, എന്താ നീ ഇരുന്ന് കിഴക്കേ കാര്യം പറ. വെള്ളം വെള്ളം കടിച്ചു തീർത്തില്ലേ? ഇനി പച്ചവെള്ളം കുടിക്കാൻ ഇവിടെ ഒരു ബഹളം. ആരാ ഇവിടെ നിലവിളിച്ച്? പുറത്തൊരു പെണ്ണിനെ കണ്ടു. ആരാ നോക്കാൻ ചെന്നപ്പോ പെട്ടെന്ന് കാണാതായി. മുതുവൻ കാടിൽ മുതുകാടിന്റെ മാജിക്, അപ്രത്യക്ഷയാകുന്ന സ്ത്രീ. 2 ദിവസമായിട്ട് നിന്നെ പെണ്ണിന് മാത്രമല്ല, ഞാനൊരു വികൃത രൂപത്തെയും കണ്ടു. കുട്ടിക്ക് വെറുതെ തോന്നിയതാ. അല്ല, ഞാൻ ശരിക്കും കണ്ടതാ. സണ്ണി, താൻ കുടിച്ചിട്ടുണ്ടോ? കുറച്ച്. പക്ഷെ ഞാൻ Don't misuse the freedom I have given. ഈ സ്റ്റഡി ടൂറിന്റെ അറ്റ്മോസ്ഫിയർ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ രണ്ടുപേരെയും ആ നിമിഷം ഞാൻ പറഞ്ഞേക്കും. ജോസഫ്, യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഗോ, പോയി കിടന്നുറങ്ങ്. എന്തുവാടാ രാത്രി കള്ളും കുടിച്ചോണ്ട് വെറുതെ? എന്താടാ? ചിത്രമില്ലേ, ആ കത്തിപ്പോയ ചിത്രം, അതിലെ സ്ത്രീയുടെ മുഖം പോലെ തന്നെയാ ഞാൻ കണ്ട സ്ത്രീയുടെ മുഖം. ഓ, ഇപ്പൊ സംഗതി പിടികിട്ടി. എടാ, നീ എത്ര പേക്ക് അടിച്ചടാ? 5 or 6? അത് കയറി മൂത്തപ്പോ നിനക്ക് ആ ചിത്രം ഓർമ്മ വന്നാവും. സാരമില്ല, ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോ എല്ലാം ശരിയായിക്കോളൂ. അതല്ലടാ, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. മനുഷ്യനെ മെനക്കെടുത്താ